ഹായ്, ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 2025 വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇന്ന് വരെ അത് നടന്നിട്ടില്ല. എല്ലാ വർഷവും ഞാൻ വിചാരിക്കും ഒരു വിഷൻ ബോർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഡ്രീംസിനെയോ ഗോൾസിനെയോ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. പല ടൈമിലും ജേർണലിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വിഷൻ ബോർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ ഇന്ന് വരെ എത്തിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൂടെ കൂട്ടിയൊരു പ്ലാനാണ് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പം എനിക്ക് വേണ്ടത് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് വാളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡിലോ സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള ജസ്റ്റ് ഒരു ബോർഡ് മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷൻ ബോർഡ്സിൻ്റെ കൺസെപ്റ്റിനെ എൻ്റെ രീതിയിലേക്ക് മാറ്റിയിട്ട് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു വിഷൻ ബോർഡാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഈ വിഷൻ ബോർഡ് എന്താണെന്നുള്ളത് പലർക്കും അറിയണ കാര്യമായിരിക്കും, ചിലർക്ക് അറിയാത്ത കാര്യമായിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. വിഷൻ ബോർഡ് എന്ന് വെച്ചാൽ വിഷൻ ആൻഡ് ബോർഡ്. വിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ, നമ്മൾ വിഷനായിട്ട് കാണുന്നതിനെ പറയുന്നതാണ് വിഷൻ. ആൻഡ് ദ ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഒരു ബോർഡിൽ കീപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പം നല്ലൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് നമുക്ക് കാണുന്ന ഒരു സ്ഥലത്ത് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് മോട്ടിവേഷനായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനോ സ്മാർട്ട് വർക്ക് ചെയ്യാനോ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പല വലിയ വലിയ ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതോ മാനിഫെസ്റ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള കുറേ ഗോൾസ് ആൻഡ് അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്നത്. നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൈനായിരിക്കും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങൾ. അപ്പോൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു വിഷൻ ബോർഡിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഉറങ്ങി നീക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ റൂമിൽ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര മോട്ടിവേറ്റിംഗ് തരുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എനിക്കിവിടെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു വിഷൻ ബോർഡ് വേണം. കാരണം എനിക്ക് ചിലപ്പം ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ തോന്നും, അല്ലെങ്കിൽ ചിലപ്പം എനിക്ക് എൻ്റെതായ പേഴ്സണൽ സ്പേസിൽ ഇത് കണ്ടാൽ മതിയെന്ന് തോന്നും. അങ്ങനെ വാളിലോ അല്ലെങ്കിൽ നമുക്ക് മൂവബിളായിട്ട് വെക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. വാളിലോ വേറെ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് മൂവ് ചെയ്യുമ്പോൾ അത് മൊത്തം എടുത്ത് പറിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 2025 എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണല്ലോ. ഡിസംബർ വരെ എന്ന് പറയുമ്പോൾ ഇതേ പോയി എന്ന് മേ ബി പോവാം, ഇയർ ഇത്ര പെട്ടെന്ന് പോയി. കാരണം 2024 നമ്മൾ ജാനുവരിയെ കണ്ടുള്ളൂ, ഇപ്പോൾ ഇതേ ഡിസംബർ എത്തി നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ കാര്യങ്ങളും കുറേ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ടാകും. എനിവേ 2025 വിഷൻ ബോർഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഇത് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പറഞ്ഞു വന്ന പോലെ ഞാൻ ഇവിടെ പോർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 300 GSM മുകളിലുള്ള പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ ചാർട്ട് പേപ്പർ ആകുമ്പം അതിൻ്റേതായ ഒരു എഫക്റ്റ് അത് വേറെ തന്നെയാണ്. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബ്രൗൺ ചാർട്ട് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വിഷൻസും എൻ്റെ ഡ്രീംസും ആൻഡ് ഓൾസോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിറച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് എൻ്റെ ഫോട്ടോസും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോസും കോഡ്സും പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഡിസൈർസും ഗോൾസും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസും കോഡ്സും പിൻട്രസ്റ്റ് നമുക്ക് തരും. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പോയിട്ട് അതിൽ A4 സൈസ് ഷീറ്റ് എടുത്തിട്ട് അതിൽ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്തത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഈ സെറ്റ് ചെയ്തതിനെ A3 സൈസ് ഷീറ്റിൽ ഞാൻ പ്രിൻ്റ് എടുത്തു. കാരണം എനിക്ക് കുറച്ചും കൂടെ നല്ല ഈ ഒരു വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ചാർട്ട് ഷീറ്റ് തന്നെ എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 8 A4 ഷീറ്റ് ഒരുമിച്ച് വെച്ചാലുള്ള സൈസിലുള്ള ചാർട്ട് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്യാനും പറ്റും. ആ ഫോൾഡ് ചെയ്യണ പോർഷൻ മാറ്റി വെച്ചിട്ടാണ് ഞാനിത് പേസ്റ്റ് ചെയ്യുന്നത്. കൂടെ ഞാൻ കുറച്ച് പേഴ്സണൽ ഫോട്ടോസും പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ പേഴ്സണൽ ഫോട്ടോസും എനിക്ക് ഈ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലേയും ഇൻസ്പയർഡ് ആയിട്ടുള്ള വിഷൻ ബോർഡ്സിലൊന്നും അങ്ങനെ പേഴ്സണൽ ഫോട്ടോസൊന്നും ആഡ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്ന വിഷൻ ബോർഡ് ആയതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള, എനിക്ക് മോട്ടിവേഷൻ തരുന്ന എൻ്റെ പേഴ്സണൽ, എൻ്റെ
ഫേവറേറ്റ് ആൾക്കാരുടെ പേഴ്സണൽ ഫോട്ടോസും എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എണീക്കുമ്പം ഇൻസ്പയർഡ് ആവാനും മോട്ടിവേറ്റ് ആവാനും എനിക്ക് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യണം, എനിക്ക് ഇന്നതൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു തോട്ട് എൻ്റെ പ്രൊക്രാസ്റ്റിനേഷനെ ഒന്ന് മാറ്റി തരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഭയങ്കര ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹാർഡ് വർക്കിനും സ്മാർട്ട് വർക്കിനും ഒക്കെ വേണ്ടിയിട്ട് ഈ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ പുതിയ ഗോൾസ്, എൻ്റെ പഴയ ഗോൾസ് ആൻഡ് എല്ലാ അച്ചീവബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അണ്ടർ ദ സൺ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2025 ഒതുങ്ങി നിൽക്കുന്ന വിഷൻ ബോർഡൊന്നല്ല, ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വിഷൻ ബോർഡ്. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഞാൻ പ്രിൻ്റ് ചെയ്ത പോലെ തന്നെയാണ് ഈ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ വ്യത്യാസം ഉണ്ടായുള്ളൂ, ഞാൻ ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് അതെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഞാൻ എങ്ങനെയാണോ ക്യാൻവയിൽ സെറ്റ് ചെയ്തത് അത് തന്നെയായിരുന്നു. അപ്പം ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കി. ചെറിയൊരു സൈസ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ട്. 2025 വിഷൻ ബോർഡ് സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു പോർഷൻ മാത്രമേ നീങ്ങിയിട്ടുള്ളൂ. എന്തായാലും എൻ്റെ ഒരു ഈവനിങ് തൊട്ടിട്ടുള്ള ഒരു നൈറ്റ് വരെയുള്ള ഒരു സംഭവമായിരുന്നു ഇത്. ഒരു 2 hours എടുത്തിട്ടാണ് ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുന്നേ തന്നെ പ്രിൻ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് സമയം എടുത്തു. അതൊക്കെ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമായിരുന്നു. ആൻഡ് ഇതായിരുന്നു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. ഇത് ജസ്റ്റ് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുക എന്നുള്ളത് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. എന്തായാലും സെറ്റാണ്. നമ്മളെപ്പോഴും വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് വിഷൻ ബോർഡ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ആ ഇയറിൻ്റെ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒരു കട്ടൗട്ട് അത് വെക്കണമെങ്കിൽ വെക്കാം, വെക്കണ്ടെങ്കിൽ വെക്കണ്ട. കാരണം നമ്മുടെ കയ്യിലാണല്ലോ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന സാധനം ഉള്ളത്. എന്തായാലും ഒരു 6 പിക്ചർ വെച്ചിട്ടോ 4 പിക്ചർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈവൻ വരച്ചിട്ടോ വേണമെന്നുണ്ടെങ്കിൽ വിഷൻ ബോർഡ്സ് ഉണ്ടാക്കാം. പക്ഷേ കൂടുതലും ഫോട്ടോസ് വെക്കുമ്പോഴായിരിക്കും നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഇമേജസ് കാണുമ്പോഴായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് ആ വിഷൻസ് പോയിട്ട് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുക, ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു എന്ന് വരെ വിഷ്വലൈസ് ചെയ്താൽ നമ്മുടെ ആ ഒരു സക്സസ്സിലേക്ക് ഏറ്റവും ഈസി ആയിട്ട് എത്താൻ പറ്റും എന്നാണ് നമ്മുടെ ബുക്സും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും അടുത്ത വർഷം ഒരു വിഷൻ ബോർഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളും തീരുമാനിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം അടിപൊളിയായി പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇങ്ങനെയൊരു സ്റ്റെപ്പ് എടുക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്കതിലേക്കുള്ള ഡിസ്റ്റൻസ് കുറയും. പോകുന്ന വഴിയിലൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടാകുമായിരിക്കും, പക്ഷേ അത് കുറച്ചും കൂടെ നമ്മുടെ സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഈ വഴിയല്ല പോകേണ്ടത്. അടുത്ത പാത്ത് ചൂസ് ചെയ്യൂ എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് പോകുന്നത്. നമ്മൾ ഒരു പാത്തും ചൂസ് ചെയ്യാതെ ആ ഒരു സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിന്ന് പോവുകയുള്ളൂ. അപ്പം ചെറിയൊരു സ്റ്റാർട്ട് എടുക്കുക. ഇതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റിങ്ങോടെയാണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പോലും അപ്പോഴായിരിക്കും ഫിഗർ ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, ഒരുപാടെന്നല്ല എല്ലാം. അതുകൊണ്ട് തന്നെ എല്ലാതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാതും ഈക്വലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഇതിൽ ഏറ്റവും കാര്യമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളോടും ഇപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളോടും ആൻഡ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളോട് വരെ നമ്മളെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ താങ്ക് യു നോട്ടും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും വിഷൻ ബോർഡിൻ്റെ കാര്യത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഇത്ര ചാർട്ട് പേപ്പറിൻ്റെയോ ഫോട്ടോസിൻ്റെയോ ഒരു ആർഭാടും ഇല്ലാത്തത് വരെ വിഷൻ ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഫുള്ള് ഈ വീഡിയോയിൽ വിഷൻ ബോർഡ്സിനെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര ടൈം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്പർ ഓഫ് കൗണ്ട്സ് എടുക്കേണ്ടി വരും. എന്തായാലും ഗ്രാബ് എ നോട്ട് ബുക്ക് ആൻഡ് സെറ്റ് യുവർ വിഷൻ ബോർഡ്. അത് ഒരു അടിപൊളി സാധനമായിരിക്കും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കണം. ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും.
എല്ലാ വർഷവും ചെയ്യണമെന്നില്ല. ഈ വർഷം ചെയ്താൽ നമുക്ക് വർക്കൗട്ട് ആവുന്നതാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ചെയ്യാം. അടുത്ത വർഷം നമുക്ക് ചെയ്യാൻ വേറെ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ടല്ലേ? ഇതിൽ എത്ര പേര് എടുക്കുന്ന എല്ലാ റെസൊല്യൂഷൻസും ചെയ്യാറുണ്ട്? എല്ലാ റെസൊല്യൂഷൻസൊന്നും ആർക്കും സക്സസ്ഫുൾ ആക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിൽ ചെറിയ സ്റ്റെപ്പെങ്കിലും എടുക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറവായിരിക്കും. എന്നാലും ആ സ്റ്റെപ്പ് എടുത്തെന്നുള്ളത് ഒരു സന്തോഷമാണ്. നമുക്കൊരു പ്രൊഡക്റ്റീവ് ഡേ തരിക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സക്സസ്ഫുള്ളായി ചെയ്ത് വയ്ക്കുമ്പോഴുള്ളതാണ്. നമ്മൾ അതിനൊരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടൈം എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങണം. കാരണം അതിനുവേണ്ടി വേറെ ആരും ചെയ്യാൻ നിൽക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല വേറൊരാളുടെ ഇഷ്ടങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം. ഇത് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടോ നിങ്ങൾ നോക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലൂടെ കടന്നു പോയിട്ടുള്ള കുറച്ച് തോട്ട്സാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതും ഇത് ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതും. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റെസൊല്യൂഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കൂ. നിങ്ങൾ വിഷൻ ബോർഡ് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഈ ലോകത്ത് എത്ര ആൾക്കാർക്ക് എത്ര ടൈം ഉണ്ട് എന്നുള്ളത് അറിയില്ല. നമുക്ക് എല്ലാവർക്കും 24 ഹവേഴ്സാണ്. എല്ലാവരും ഭയങ്കര ബിസിയാണ്. ബിസി ഇൻ ദ സെൻസ് പലർക്കും പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനോ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടാനുണ്ടാവും. എവ്രി പേഴ്സൺസ് ഡേ ഈസ് ഡിഫറെൻറ്റ്. സോ വി ഹാവ് ടു മേക്ക് ഷുവർ അവർ മെൻ്റൽ ഹെൽത്ത് ഈസ് ഗുഡ്. നമ്മുടെ ഹോബീസൊക്കെ എന്തിനുള്ളതാണ്? നമ്മളെ കാമാക്കി വെക്കാനുള്ള സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഹോബീസ്. നമ്മുടെ ടാലൻസിനെ നമ്മുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ളത് ഒരുപാട് കാര്യങ്ങൾക്കുള്ളതാണ്. പറഞ്ഞു വരുമ്പോൾ നല്ലോണം കാട് കയറിപ്പോവും. എന്തായാലും ഇവിടെ നമ്മൾ പറയുന്നത് വിഷൻ ബോർഡിനെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം. വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീമാണ് ഇവിടെ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഫോർ ദിസ് സപ്പോർട്ട്. അപ്പോൾ ശരി, ബൈ.